ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്നൊരു സ്പെഷ്യൽ കറി ഉണ്ടാക്കിയല്ലോ. എന്താണെന്നല്ലേ വഴിയെ പറഞ്ഞു തരാവേ. അതിനായിട്ട് ഞാൻ ഇച്ചിരി ബട്ടർ ഇട്ട് ഒന്ന് ചൂടായി വന്നപ്പോൾ അതിലോട്ട് 2 കറുവപ്പട്ട ഇട്ടിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് സവാള ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഇട്ട് ഒന്ന് വഴറ്റിയെടുത്ത ശേഷം അതിലേക്ക് കുറച്ച് മല്ലിപ്പൊടി, വളരെ കുറച്ച് മാത്രമേ ഇടുന്നുള്ളൂ എല്ലാം കേട്ടോ. പിന്നെ അതേ അളവിൽ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഒരു ഇച്ചിരി നല്ല ജീരകത്തിൻ്റെ പൊടി, ഇത്ര ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചിട്ട് അതിലേക്ക് ഒരു ചെറിയ തക്കാളി, നമുക്ക് എത്ര ആവശ്യമുണ്ടോ അത്രയും, പിന്നെ ഒരു 8-10 അണ്ടിപ്പരിപ്പ് ഇട്ട് ഒന്ന് ഇളക്കിയ ശേഷം ഒരു ശകലം വെള്ളം ഒഴിച്ച് ഒന്ന് അടച്ച് വെച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുന്നുണ്ട്. അതാണ്ട് അതെല്ലാം വെന്ത് വന്ന് തക്കാളിയൊക്കെ ഒന്ന് വെന്ത് വന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് അതൊരു മിക്സിയുടെ ജാറിലോട്ട് മാറ്റി തണുത്തതിന് ശേഷം, ചെറുതായിട്ടൊന്ന് തണുത്തതിന് ശേഷം മാത്രം നന്നായിട്ടൊന്ന് പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി അതേ തവയിലോട്ട് കുറച്ച് സൺഫ്ലവർ ഓയിലും ഒരു ഇച്ചിരി ബട്ടറും ഇട്ടിട്ട് വേണ്ട പനീറാണ്, ഇവനാ ഞാൻ നേരത്തെ പറഞ്ഞ ആൾ, അതിനെ ഒന്ന് ഒത്തിരി ഇട്ട് ഇളക്കരുത് കേട്ടോ, അപ്പുറം ഇപ്പുറം ഒക്കെ ഒന്ന് തിരിച്ചും മറിച്ചും ഇട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ അരച്ചെടുത്ത ആ അരപ്പ് അതിലോട്ടിട്ട് ഒന്ന് തിളച്ച് എണ്ണ തെളിഞ്ഞ് വരും കേട്ടോ. ആ മിക്സി കഴിയും ഒരു ശകലം വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നേ. പിന്നെ എന്താണ്ട് അതിങ്ങനെ തിളച്ച് എണ്ണ തെളിഞ്ഞ് വരുമ്പോഴത്തേക്ക് നമ്മുടെ പനീർ ഇതിനകത്തോട്ടങ്ങ് ഇട്ട് കൊടുക്കണം. ഒന്ന് ഇളക്കി ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് അതിനകത്ത് കുറച്ച് ഫ്രഷ് ക്രീം ഇല്ലെങ്കിൽ അണ്ടിപ്പരിപ്പ് കുതിർത്ത് അരച്ച് ഇട്ട് കൊടുത്താലും മതി കേട്ടോ. എന്നിട്ട് മല്ലിയില ഇട്ട് കഴിഞ്ഞാൽ പരിപാടി സെറ്റ്. അപ്പോൾ എല്ലാവരും എങ്ങനെ ട്രൈ ചെയ്ത് നോക്കുമല്ലേ, എന്നിട്ട് അഭിപ്രായം അറിയിക്കണേ.